1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ആ, ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണോ, ഭാര്യയാണോ, എന്റെ പെങ്ങളാണോ, അമ്മയാണോ, അറ്റ്ലീസ്റ്റ് എന്റെ അയൽവക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല, പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അല്ല ഏട്ടാ, പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചേട്ടനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? మనిషిత్వం. అలా చేరనదు మేటతే ఏమండి నాకు అర్థమైనా చెప్పండి. అరే మీరు తెలుగులో చెప్పండి. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഓ, അതിന് ഭാഷയില്ല. 1450 രൂപ 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ. എടോ, കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുരക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എവിടുന്ന് കയറി വന്നോ? ആ പോലീസുകാരോട് എന്തൊക്കെ പറഞ്ഞിട്ടല്ല, കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്ത് വേണേലും പറയാം. 1450 രൂപ 50 ദിവസം മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ, കുറെ നേരം തന്നെ തൊഴുകണു. ഞാൻ എന്തോ അനുമാൻ സമയം എഴുതിട്ട് പോടോ. അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല്